സോ നമുക്ക് ഇനി ബാക്കി ഉണ്ടായിരുന്ന വെച്ചാൽ നമ്മുടെ ഡിസംബർ 2022 IDT പോർഷനും അതായത് GST പോർഷനും അതേപോലെ തന്നെ നമുക്ക് ഇനി അമെന്റ്മെന്റ്സ് കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള എക്സാമിന് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ആദ്യം നമുക്ക് IDT പോർഷൻ അതായത് നമ്മുടെ ഡിസംബർ 2022 പാർട്ട് 2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് അമെന്റ്മെന്റ്സിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 51. Which out of the following options is not the correct answer relating to GST Council? First, the GST Council meets from അതായത് ഈ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് അല്ലാതെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. The GST Council meets from time to time to revise GST rates for the various products. ഇതെന്താണ്? ഇത് കറക്റ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, പക്ഷേ ഇറ്റ്സ് വൺ ഓഫ് ദ റീസൺ. അന്നേരം ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. The GST Council is chaired by the Finance Minister. ഇതും എന്താണ്? കറക്റ്റ് ആണ്. GST Council മീറ്റിംഗ് ചെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അതും കറക്റ്റ് ആണ്. GST Council decides the goods and services which are exempt from GST. ഇത് കറക്റ്റ് ആണ്. തേർഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ഇവിടെ കറക്റ്റ് ആൻസർ. എന്താണ്? Quorum of the GST Council should be 3/4 of the total members. Quorum എന്തല്ല? 3/4 അല്ല, quorum 1/2 ആണ്. 3/4 എന്താണ്? 3/4 വോട്ടിംഗ് ആണ്. GST Council മീറ്റിംഗിൽ എന്തെങ്കിലും കാര്യം തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ വോട്ടിംഗ് 3/4 ആണ്, quorum 1/2 ഉള്ളൂ. സോ കറക്റ്റ് ആൻസർ വുഡ് ബി തേർഡ് വൺ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 52. GST on petroleum crude, high diesel, motor spirit commonly known as petrol, natural gas and aviation turbine fuel is levied but exempt, is not levied at all, will be levied from a date to be notified on the recommendations of the GST Council, will be levied from 1st April 2022. ഇപ്പം ആസ് ഓഫ് നൗ എന്തല്ല, ആസ് ഓഫ് നൗ ഇത് ലെവി ചെയ്തിട്ടില്ല. എപ്പോ തൊട്ടേ ലെവി ചെയ്തുള്ളൂ? GST Council മീറ്റിംഗിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് പ്രകാരം ഇതും കൂടെ ഇതിന്റെ മീതെയും കൂടെ GSTയുടെ ലെവി വരും. സോ ഓപ്ഷൻ സി വുഡ് ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, XYZ Limited, manufacturer of goods, opted for composition scheme for financial year 2021-22. It supplied taxable goods of 70 lakhs and exempted goods of 10 lakhs in the financial year 2021-22. The GST liability of XYZ Limited would be. ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? കോമ്പോസിഷൻ സ്കീമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കോമ്പോസിഷൻ സ്കീം പ്രകാരം നമുക്ക് എത്ര GST ലയബിലിറ്റി വരും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ടേൺ ഓവർ എത്രയാണ്? ടേൺ ഓവർ 70 ലാക്സ് ടാക്സബിൾ ടേൺ ഓവർ ഉണ്ട്, 10 ലാക്ക് എക്സംപ്റ്റഡ് ടേൺ ഓവർ ഉണ്ട്. നമുക്ക് ഇവിടെ മാനുഫാക്ചറർ എന്ന് പറയുമ്പം നമ്മൾ ഏത് റേറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്? 1% ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഇല്ലേ? 1% അപ്ലൈ ചെയ്യും. എന്നാൽ ഈ 1% എന്ന് പറയുന്നത് എന്തിന്റെ മീതെയാണ്? നമ്മുടെ ടോട്ടൽ അഗ്രഗേറ്റ് ടേൺ ഓവറിന്റെ മീതെയാണ്. അന്നേരം ടോട്ടൽ നമ്മുടെ 80 ലാക്സ് ഉണ്ട്. 80 ലാക്സിന് മീതെയാണ് നമ്മൾ 1% അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ടാക്സബിൾ സപ്ലൈന്റെ മീതെ മാത്രം അപ്ലൈ ചെയ്യുന്ന കേസ് നമുക്ക് ആർക്കാ ഉള്ളത്? ട്രേഡേഴ്സിന്റെ കേസിലാണ് നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉള്ളത്. ഇവിടെ എന്തുവാണ്? ഇവിടെ നമ്മൾ മാനുഫാക്ചറർ ആണ്, ട്രേഡർ അല്ല. അന്നേരം അതുകൊണ്ട് തന്നെ നമ്മുടെ എൻറ്റയർ ടേൺ ഓവറിന്റെ മീതെ നമ്മൾ എന്ത് ചെയ്യും? 1% അപ്ലൈ ചെയ്യും. സോ 80,000 വുഡ് ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 54. As per Schedule 2 of CGST Act 2017, renting of immovable property for residential purposes. Schedule 2 എന്തോ പറയുന്നത്? അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസ് ആണോ എന്നുള്ള ചില കാര്യങ്ങൾ എടുത്ത് ക്ലാരിഫൈ ചെയ്യുവാണ്. നമ്മുടെ റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്തുവാണ്? സപ്ലൈ ഓഫ് സർവീസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 55. ആസ് പെർ സെക്ഷൻ 230 ഓഫ് CGST Act 2017, which out of the following supply is constituted as composite supply? അതായത് കോമ്പോസിറ്റ് സപ്ലൈ മിക്സഡ് സപ്ലൈ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും നാച്ചുറലി ബണ്ടിൽഡ് അല്ലാത്ത, കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത് നാച്ചുറലി ബണ്ടിൽഡ് ആയിട്ടുള്ള ഗുഡ്സ് ഓർ സർവീസസ് ആണ് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. നാച്ചുറലി ബണ്ടിൽഡ് അല്ലാതെ നമ്മൾ മിക്സ് ചെയ്യുന്ന സപ്ലൈസിനെ നമ്മൾ മിക്സ്ഡ് സപ്ലൈ എന്ന് വിളിക്കും. ഈ പറയുന്ന കേസിൽ ഏതാണ് കോമ്പോസിറ്റ് സപ്ലൈ അഥവാ നാച്ചുറലി ബണ്ടിൽഡ് സപ്ലൈ? പാക്കേജ് ഓഫ് ക്യാൻഡ് ഫുഡ്സ്, ബർഗർ, ചോക്ലേറ്റ്, സ്വീറ്റ്സ്, കേക്ക്സ് എക്സെട്ര, ഇതെന്തല്ല? ഇത് കോമ്പോസിറ്റ് സപ്ലൈ അല്ല, മിക്സ്ഡ് സപ്ലൈ ആണ്. ഇനി കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് വരുന്നത് എന്തുവാണ്? നമ്മുടെ ഹോട്ടൽ അക്കോമഡേഷൻ പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതെന്താണ്? ഇത് നമ്മുടെ നാച്ചുറലി ബണ്ടിൽഡ് സർവീസ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആണ്. സോ ഇതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓപ്ഷൻ കറക്റ്റ് ആൻസർ വുഡ് ബി ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 56. A registered person can claim the benefit of composition scheme for service supplied under section 10(2)(a) of
CGST Act 2017 read with notification number 2/2019 provided his aggregate turnover in the preceding financial year does not exceed. അതായത് കോമ്പോസിഷൻ സ്കീമിന്റെ കേസാണ് നമ്മളിപ്പം പറയുന്നത്. കോമ്പോസിഷൻ സ്കീം അണ്ടർ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2A. ആർക്ക് വേണ്ടിയിട്ടുള്ളത്? നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള കോമ്പോസിഷൻ സ്കീമിന്റെ കേസാണ് നമ്മൾ പറയുന്നത് അല്ലേ? അതായത് നമ്മുടെ റെസ്റ്റോറന്റ് സർവീസിന്റെ കേസ് നമ്മൾ ഓൾറെഡി നമ്മുടെ നോർമൽ കോമ്പോസിഷൻ സ്കീമിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. റെസ്റ്റോറന്റ് സർവീസിനകത്ത് പെടാത്ത അതർ ദാൻ റെസ്റ്റോറന്റ് സർവീസ് ബാക്കിയുള്ള സർവീസ് പ്രൊവൈഡേഴ്സിന് നമ്മൾ കോമ്പോസിഷൻ സ്കീം എലിജിബിലിറ്റി കൊടുക്കുന്നതാണ് സെക്ഷൻ 10(2A)യിൽ. അതിനകത്ത് നമ്മുടെ എലിജിബിലിറ്റി ലിമിറ്റ് എത്രയാണ്? 50 lakhs അല്ലെ? 50 lakhs. സോ ഓപ്ഷൻ ഡി വുഡ് ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 57. Priyanka, a registered dealer under composition scheme of GST, wants to withdraw the composition scheme for the financial year 2021-22. She should file the application form. ഏതാണ്? CMP 04 അല്ലെ? ഓപ്ഷൻ ബി വുഡ് ബി ദ correct answer. Next, question number 58. GST is payable in respect of services rendered to an employee. Services rendered to an employer by an employee on regular basis in the ordinary course of business. ഇതിന് GST വരുമോ? ഇല്ല. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉള്ള ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തല്ല GSTന്റെ റിവ്യൂവിൽ നമ്മൾ സപ്ലൈ ആയിട്ട് നമ്മൾ കണക്കാക്കാറില്ല. പക്ഷെ നോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഒരു കോൺട്രാക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ട് കണക്കാക്കും? നമ്മൾ സപ്ലൈ ആയിട്ട് കണക്കാക്കും. GST ലയബിലിറ്റി അതിന് വരും അല്ലേ? ഓപ്ഷൻ ബി വുഡ് ബി ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 58. Question number 59. The relief of not paying GST at the time of receipt of advance under forward charge is available in the case of. ഇത് നമ്മൾ ടൈം ഓഫ് സപ്ലൈന്റെ കേസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ GST ലയബിലിറ്റി എപ്പോഴാണ് റൈസ്ഡ് ആവുന്നത്? അതായത് ഇൻവോയ്സ് റൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. അതായത് അഡ്വാൻസ് കിട്ടുമ്പോൾ നമ്മൾ GST ലയബിലിറ്റി പേ ചെയ്യേണ്ടി വരും ഇല്ലേ? നോർമലി അഡ്വാൻസ് കിട്ടുമ്പോൾ നമ്മൾ GST ലയബിലിറ്റി പേ ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ ഒരു എക്സെപ്ഷൻ കൊടുത്തേക്കുന്ന ആരുടെ കേസിലാണ്? സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിലാണ് നമ്മൾ അങ്ങനെ ഒരു എക്സെപ്ഷൻ കൊടുത്തേക്കുന്നത്. സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിൽ there is an exception for payment of okay. Next, question number 60. Domino's Limited sold pizza voucher worth 5,000 to its customer on 10th August 2021. This voucher is not convertible into cash and only usable at a Domino's pizza outlet within 1 year. Customer redeems 3,500 of this voucher on 14th February 2022 and balance 1,500 on 31st March 2022 at a Domino's outlet. The time of supply in this case is, അതായത് നമ്മൾ വൗച്ചേഴ്സിന്റെ കേസിൽ നമ്മൾ ടൈം ഓഫ് സപ്ലൈന്റെ കേസ് നമ്മൾ പറയുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിറ്റർമൈനബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഏത് ഗുഡ്സിന് അഗെയിൻസ്റ്റ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് ഡിറ്റർമൈനബിൾ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ തന്നെ ടൈം ഓഫ് സപ്ലൈ വന്നു? ആ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ടൈം ഓഫ് സപ്ലൈ വന്നു. ഇനി അത് ഏത് ഗുഡ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഐഡന്റിഫയബിൾ അല്ലെങ്കിൽ അന്നേരം ഏത് സ്റ്റേജിൽ മാത്രമേ ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ വരത്തുള്ളൂ? ഇത് എപ്പോഴാണോ ഇത് റിഡീം ചെയ്യുന്നത് ഇല്ലേ? എപ്പോഴാണ് റിഡീം ചെയ്യുന്നത്? ഇവിടെ നമ്മൾ വൗച്ചർ എന്തിനാ കൊടുത്തേക്കുന്നത്? പിസ വൗച്ചേഴ്സ് ആണ് ഇല്ലേ? അന്നേരം എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടേ റിഡീം ചെയ്യാൻ പറ്റത്തുള്ളൂ? പിസക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്. നമുക്ക് ഗുഡ്സ് എന്താണെന്നുള്ളത് വൗച്ചർ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം. സോ അതിന്റെ എൻറ്റയർ ടൈം ഓഫ് സപ്ലൈയും എപ്പം വരും? ഈ വൗച്ചർ എപ്പം കൊടുത്തു? വൗച്ചർ എപ്പോഴാണ് കൊടുത്തത്? 10th August 2021 വൗച്ചർ കൊടുത്തു. ഇവര് റിഡീം ചെയ്യുന്നത് 3,500 രൂപ 14 ഫെബ്രുവരിക്കും ബാക്കി 1,500 രൂപ 31st മാർച്ചിനുമാണെന്നുള്ളതിന് റെലവൻസ് ഉണ്ടോ? ഇല്ല. എന്തിന് മാത്രമേ റെലവൻസ് ഉള്ളൂ? ഈ വൗച്ചർ എപ്പം നമ്മൾ ഇഷ്യൂ ചെയ്തു എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 61.
Indigo Airlines sells various products of packed foods, chocolate, etc. to its passengers on board during the flights. The flight originates from Delhi, halts at Mumbai, and finally lands in Chennai. What would be the place of supply of such product? എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? അതായത് നമ്മൾ എയർലൈനിൽ ഗുഡ്സ് ഓൺ ഡ്യൂറിങ് ദ കൺവെയൻസ് നമ്മൾ ഗുഡ്സ് സെർവ് ചെയ്യുന്നുണ്ട്. അന്നേരം ഈ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് എവിടെ വെച്ചിട്ടാണ്? ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹി വെച്ചിട്ട് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് എൻഡ് ചെയ്യുന്നത് ഹാൾട്ട് ചെയ്യുന്ന മുംബൈയില്, ചെന്നൈയില് എൻഡ് ചെയ്യുന്നു. നമ്മൾ ഈ കേസിൽ വാട്ട് വുഡ് ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സച്ച് ഗുഡ്സ്? ഇവിടെ നമ്മൾ എന്തുവാ നോക്കേണ്ടത്? ഈ ഗുഡ്സ് എവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്ലെയിനിലോട്ട് അല്ലെങ്കിൽ ഫ്ലൈറ്റിലോട്ട് നമ്മൾ എടുത്തത്, ടേക്കൺ ഓൺ ബോർഡ്. അതാണ് നമ്മുടെ എന്തായിട്ട് നമ്മൾ കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ കണക്കാക്കുക. സോ ദ കറക്റ്റ് ആൻസർ വുഡ് ബി ദ ഓപ്ഷൻ ഡി, ലൊക്കേഷൻ വേർ ദ ഗുഡ്സ് വെർ ടേക്കൺ ഓൺ board. Question number 62. As per Rule 32, Sub-Rule 2, Clause B of CGST Rules 2017, the option to determine value in relation to supply of foreign currency, including money changing, shall be deemed to be dash for an amount exceeding rupees 10 lakhs. നമ്മൾ സ്ലാബ് ആയിട്ട് പഠിക്കുന്നുണ്ട് ഇല്ലേ? 1 lakh വരെ 1%, 1 lakhന് മീതെ 10 lakh വരെ, 1 lakh തൊട്ട് 10 lakh വരെ ഉള്ളതിന് 0.5%, 10 lakhന് മീതെ പോയി കഴിയുമ്പോഴത്തേക്കോ 0.1%. അതായത് ഈ ബാക്കി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന എമൗണ്ട് ശരിക്കും പറഞ്ഞാൽ എന്തുവാണ്? അതിന്റെ ആ പ്രീവിയസ് സ്ലാബിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ട് ആണ് ഇല്ലേ? 1 lakhന്റെ 1% എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വന്നു? 1000 വന്നു. ഇനി 1 lakh to 10 lakh, ബാക്കി 9 lakhന് 0.5% എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 4500 വന്നു. ടോട്ടൽ എത്ര? 5500. 5500 ഓൾറെഡി ഇവിടം വരെ ആയി. ഇനി ബാക്കിയുള്ളതിന് എത്ര? ബാക്കിയുള്ളതിന് 0.1%. ഓപ്ഷൻ എ വുഡ് ബി ദ കറക്റ്റ് ആൻസർ. റൂൾ 32 വാല്യുവേഷൻ റൂൾസ് പ്രകാരം ഓപ്ഷൻ എ വുഡ് ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 63. Where there is an increase in GST rate from 12% to 18% with effect from 1st January 2022. Which of the following rate is applicable when the service supplied and invoice raised after the change in rate in January 2022? Payment received in November 2021. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബിഫോർ റേറ്റ് ചേഞ്ച്, ആഫ്റ്റർ റേറ്റ് ചേഞ്ച്, ബിഫോർ റേറ്റ് ചേഞ്ച്, ആഫ്റ്റർ റേറ്റ് ചേഞ്ച്. ബിഫോർ റേറ്റ് ചേഞ്ച് എന്ത് സംഭവിച്ചു? പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ബിഫോർ റേറ്റ് ചേഞ്ച് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ സർവീസ് പ്രൊവൈഡ് ചെയ്തതും ഇൻവോയ്സ് റേസ് ചെയ്യുന്നതും ഏതിന് ശേഷമാണ്? റേറ്റ് ചേഞ്ചിന് ശേഷമാണ്. അന്നേരം നമ്മുടെ GST റേറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടായിരിക്കും ഏതായിരിക്കും? നമ്മുടെ 18% റേറ്റ് ചേഞ്ചിന് ശേഷമുള്ളതായിരിക്കും നമ്മുടെ ആപ്ലിക്കബിൾ റേറ്റ്. ഓപ്ഷൻ നോക്കാം. 12% ആസ് ഇറ്റ് ഈസ് ദ ലോവർ ഓഫ് ദ ടു, അല്ല 18% ആസ് ഇറ്റ് ഈസ് ദ ഹയർ ഓഫ് ദ ടു. 18% കൂടുതലായതുകൊണ്ടല്ല നമ്മൾ 18% എന്ന് പറഞ്ഞത്. 12% ആസ് ദ പേയ്മെന്റ് വാസ് പ്രയർ ടു ദ ചേഞ്ച് ഇൻ എഫക്റ്റീവ് റേറ്റ് ഓഫ്, അല്ല. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി, 18% സിൻസ് ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ് ആൻഡ് സപ്ലൈ വാസ് മെയ്ഡ് ആഫ്റ്റർ ചേഞ്ച് ഇൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, effective rate of tax. Next, question number 64. Kabir wants to start a new business of trading of footwear in Jammu and Kashmir. In order to expand his business, he will also make such supplies through e-commerce operator who will collect tax at source. In this respect, he has approached you to seek an advice on GST registration. Determine when he is required to get registered under GST. അതായത് ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ഇയാള് ഈസ് മേക്കിംഗ് സപ്ലൈ ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഹു കളക്ട്സ് TCS. എന്തിന്റെ അണ്ടറിൽ വന്നു? സെക്ഷൻ 24 മാൻഡേറ്ററി രജിസ്ട്രേഷൻ ആണ് അല്ലെ? മാൻഡേറ്ററി രജിസ്ട്രേഷൻ എടുക്കേണ്ട ക്ലോസുകളിൽ ഒന്നാണ് അല്ലെ? അന്നേരം ഇവിടെ എന്ത് വേണ്ടി വരും? ഇവിടെ നമ്മൾ ടേൺ ഓവർ നോക്കേണ്ട ആവശ്യമില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടേൺ ഓവർ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും.
റിക്വയർഡ് ടു ഗെറ്റ് ത്രെഷോൾഡ് ലിമിറ്റ് 40 lakh നോക്കണ്ട, 10 lakh നോക്കണ്ട, 20 lakh നോക്കണ്ട. എന്തുവാണ്? റിക്വയർഡ് ടു ഗെറ്റ് രജിസ്ട്രേഷൻ മാൻഡേറ്ററിലി ഇറസ്പെക്ടീവ് ഓഫ് ദ ടേൺ ഓവർ ലിമിറ്റ് ആസ് ഹി വിൽ ബി മേക്കിംഗ് സപ്ലൈസ് ത്രൂ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, a dealer sends some goods to another dealer for sales on approval basis. In absence of any confirmation, even after 16 months, even after 6 months, it will be treated as dash of CGST Act 2017. നമ്മൾ ടൈം ഓഫ് സപ്ലൈ പഠിക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെയിൽ ഓൺ അപ്രൂവൽ ബേസിന്റെ കേസിൽ ഡ്യൂ ഡേറ്റ് ടു ഇഷ്യൂ ഇൻവോയ്സ് ഏതാണ്? 6 monthsനുള്ളിൽ ഒന്നെങ്കിൽ അതിന് മുന്നേ അപ്രൂവൽ വന്നെങ്കിൽ അപ്പം, അല്ലാന്നുണ്ടെങ്കിൽ 6 monthsനുള്ളിൽ എന്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 6 monthsനുള്ളിൽ കൺഫർമേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവോയ്സ് റേസ് ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ആയി ഇല്ലേ? അന്നേരം അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്തായിട്ട് കണക്കാക്കും? 6 months കഴിഞ്ഞത് കൊണ്ട് നമ്മൾ ഇതിനെ ഡീംഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 66. As per section 15(2) of CGST Act 2017, interest on late fees or penalty for delayed payment of any consideration for any supply. ഇതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? അതായത് നമ്മൾ അസ്യൂം 1 lakhനാണ് നമ്മൾ ഗുഡ്സ് സെല് ചെയ്യാന്ന് പറഞ്ഞത്, അറ്റ് 18% GST റേറ്റ് അല്ലേ? ഇത് ഈ പേയ്മെന്റ് കിട്ടാത്തതിന്റെ പേരിൽ അഡീഷണലി എന്തെങ്കിലും എമൗണ്ടും കൂടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാലും അതും കൂടെ നമ്മൾ എവിടെ ആഡ് ചെയ്യും? അത് ഇൻട്രസ്റ്റ് ആയിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കൺസിഡറേഷന്റെ കൂട്ടത്തിൽ നമ്മൾ അതിനെയും കൂടെ ആഡ് ചെയ്യും. പ്രൊവൈഡഡ് നമുക്ക് ആ എമൗണ്ട് കിട്ടിയാൽ, നമ്മൾ വേണമെന്ന് പറഞ്ഞു നമുക്ക് കിട്ടിയില്ല, നമുക്ക് അതിന്റെ പേരിൽ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ആ പൈസ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അതിനെയും നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈന്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. Shall be included in the value of supply only if the same is recovered from the recipient by the supplier. Next, question number 67. As per section 24 of CGST Act 2017, which out of the following statement is true for a casual taxable person? Registration required only for supply of services, not goods. ശരിയാണോ? അല്ല. Registration required only for supply of goods, not for services, if turnover exceeds threshold limit. ഇല്ല. Registration not mandatory but may opt voluntary. അല്ല. എന്താണ്? Registration മാൻഡേറ്ററി ആണ്. കാഷ്വൽ ടാക്സബിൾ പേഴ്സന്റെ കേസിൽ നമ്മൾ മാൻഡേറ്ററി രജിസ്ട്രേഷന്റെ കേസുകളിൽ വൺ ഓഫ് ദ ഗ്രൗണ്ട്സ് ആണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഇല്ലേ? സോ രജിസ്ട്രേഷൻ വുഡ് ബി മാൻഡേറ്ററി. Next, question number 68. HP Limited is engaged in the manufacture of taxable goods. Compute the ITC available for the month of October 2021 from the following particulars. Input A, 2,30,000, out of which one invoice on which GST payable was 60,000 is missing. Input B, 75,000, in which inputs are received in 5 installments. Second installment received in October 2021. ഇതിനകത്ത് ഏതൊക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് സാധനത്തിനകത്ത് ഇൻപുട്ട് എ നോക്കിക്കേ. ഇൻപുട്ട് എയില് 2,30,000 ആണ് നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് വന്നേക്കുന്നത്. പക്ഷെ ആ 2,30,000 ക്രെഡിറ്റ് വന്നേക്കുന്നതിനകത്ത് എന്തിന്റെ ഇൻവോയ്സ് നമ്മുടെ കയ്യിൽ ഇല്ല? 60,000 ഇൻവോയ്സ് നമ്മുടെ കയ്യിൽ ഇല്ല. നമ്മൾ സെക്ഷൻ 16 നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള 2 കണ്ടീഷൻസിൽ ഒന്നാണ് നമുക്ക് വി ഷുഡ് ബി ഇൻ പൊസഷൻ ഓഫ് ദ ടാക്സ് ഇൻവോയ്സ്. അതേപോലെ തന്നെ നമുക്ക് ഗുഡ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കണം, ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ നമ്മുടെ ടാക്സ് ഇൻവോയ്സ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 60,000 നമ്മുടെ കയ്യിൽ ഇല്ല. അന്നേരം നമുക്ക് എത്ര വരെ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ? 2,30,000 മൈനസ് 60,000 എത്ര വന്നു? 1,70,000. 1,70,000 ഇൻപുട്ട് എയിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. ഇനി ഇൻപുട്ട് ബിയിൽ നോക്കുമ്പോഴത്തേക്കും 75,000 ആണ് നമുക്ക് ഇൻപുട്ട് ബിയിൽ വരുന്നത്. അത് ഗുഡ്സ് ആർ റിസീവ്ഡ് ഇൻ 5 ഇൻസ്റ്റാൾമെന്റ്, 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് മാത്രമേ നമുക്ക് ഒക്ടോബർ 2021 നമ്മളിപ്പം നോക്കുന്ന ഈ മന്തിൽ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ സെക്ഷൻ 16 പ്രകാരം ഗുഡ്സ് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ എപ്പോഴാണ് ക്രെഡിറ്റ് എടുക്കുന്നത്? ഫൈനൽ ലോട്ടും ഫൈനൽ ഇൻസ്റ്റാൾമെന്റും നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് അതിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇൻപുട്ട് ബി എൻറ്റയർലി നമുക്ക് ഡിസലോഡ് ആണ് ഫോർ ദ ടൈം ബി. ഇൻപുട്ട് ബി നമുക്ക് എടുക്കാനേ പറ്റത്തില്ല. ഫുൾ ലോട്ട് കിട്ടിയതിന് ശേഷം എടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് എത്രയാണ്? 1,70,000. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 69.
As per Section 17(5) of CGST Act 2017, ITC of motor vehicles is allowed for the following. First, vehicle used for transportation of goods. Vehicle used for transportation of goods നമുക്ക് ITC എടുക്കാം. Vehicle used for transportation of passengers having seating capacity of 15 persons. അതായത് നമ്മുടെ നോർമൽ ഈ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോലെയുള്ള വണ്ടികൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഏതിന് മീതെയുള്ളത് നമുക്ക് എടുക്കാം? 13 persons ഉള്ള സാധനം നമുക്ക് ക്ലെയിം ചെയ്യാം ഇല്ലേ? ഇവിടെ 15 persons ആണ്. സോ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ ഫോർ ദ ബിസിനസ് പർപ്പസ് ആണെന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്ത് എടുക്കാം? ഇവിടെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. നെക്സ്റ്റ്, വെഹിക്കിൾ യൂസ്ഡ് ഫോർ ടാക്സബിൾ സപ്ലൈസ് ഓഫ് ഇമ്പോർട്ടിംഗ് ട്രെയിനിങ് ഓൺ ഡ്രൈവിംഗ്. അതായത് 4 പേരുടെ സീറ്റിംഗ് ആണെങ്കിൽ പോലും അത് യൂസ് ചെയ്യുന്നത് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം? ഇതും എടുക്കാം. എന്നിട്ട് ഏതൊക്കെ ക്രെഡിറ്റ് എടുക്കാം? നമ്മൾ ഓപ്ഷൻ സി 1, 2 and 3. ഓക്കെ അല്ലേ? ഓക്കെ. Question number 70. Which one of the following is not a condition as per Section 16(2) of CGST Act 2017 to avail input tax credit? Recipient, അതായത് ഇതാഴെ പറയുന്ന കേസിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതാണ് നമ്മളോട് ചോദിക്കുന്നത്. റെസിപ്പിയന്റ് ഹാസ് പൊസഷൻ ഓഫ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂഡ് ബൈ ദി സപ്ലയർ. ഇത് വേണം, ഈ കണ്ടീഷൻ നമുക്ക് വേണം ഇല്ലേ? ഇത് ഇല്ലാതെ പറ്റത്തില്ല. ഗുഡ്സ് ഓർ സർവീസസ് ഈസ് ആക്ച്വലി കൺസ്യൂംഡ് ബൈ ദ റെസിപ്പിയന്റ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമുക്ക് മറ്റേതും കൂടെ ഡിസ്കസ് ചെയ്യാം. ഫയലിംഗ് ഓഫ് വാലിഡ് റിട്ടേൺ ബൈ ദ സപ്ലയർ. അതായത് നമുക്ക് സപ്ലൈ ചെയ്ത ആള് ആ ഇൻവോയ്സ് അയാളുടെ GSTR 1 റിട്ടേൺസിൽ പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓൾസോ അയാൾ GSTR 3Bയിൽ അയാൾ അതിന്റെ ടാക്സും പേ ചെയ്യണം. ഇത്രയും കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആണ്. ഇവിടെ ആക്ച്വലി കൺസ്യൂംഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കൺസ്യൂംഡ് എന്നുള്ള വേർഡ് അല്ല സെക്ഷൻ 16 യൂസ് ചെയ്തേക്കുന്നത്. എന്തുവാണ്? റിസീവ്ഡ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ മേ ബി ഒരു മാനുഫാക്ചറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം ഇല്ലേ? മേ ബി നമ്മുടെ മാനുഫാക്ചറിംഗ് പ്രോസസിംഗിന്റെ ഭാഗമായിട്ട് മേ ബി 2 മാസമോ 3 മാസമോ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളത് മാനുഫാക്ചറിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അന്നേരം കൺസ്യൂം ചെയ്യുക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അല്ല സെക്ഷൻ 16 ഗുഡ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കണം, ടാക്സ് ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കണം, എന്റെ ഇൻവോയ്സ് അയാൾ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിന്റെ ടാക്സ് അയാൾ ഗവൺമെന്റിലോട്ട് GSTR 3B വഴി അടച്ചിട്ടുണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഞാൻ നോക്കിയാൽ മതി ഇല്ലേ? Okay, so option B would be the correct answer. Next, question number 71. As per Rule 36(4) of CGST Rules 2017, ITC in respect of invoices or debit notes, the details of which have not been uploaded by the suppliers in GSTR 1 and not reflected in GSTR 2A of the recipient shall not exceed dash of the eligible credit available in respect of uploaded invoices. ഈ സെക്ഷൻ നമുക്ക് ഇപ്പം ആക്ച്വലി റെലവെന്റ് അല്ല. കാരണം ഇത് സംഭവം എന്ത് വരുന്ന വെച്ചാൽ നേരത്തെ നമ്മളിപ്പോൾ ഡിസംബർ 2022 എക്സാം ക്വസ്റ്റൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രൊവിഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ സപ്ലയർ നമുക്ക് ഗുഡ്സ് തരുന്നു, നമ്മൾ അതിന്റെ ITC എടുക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? ഇയാളത് GSTR 1 പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്യണം. ഇയാൾ GSTR 1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ GSTR 2A കിട്ടും ഇല്ലേ? നമുക്ക് നമ്മുടെ GSTR 2A ഈ ക്രെഡിറ്റ് മൊത്തം റിഫ്ലക്ട് ആവും. അന്നേരം ഈ 2A റിഫ്ലക്ട് ആയതിനെക്കാട്ടിലും അഡീഷണലി ഒരു 5% കൂടെ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുണ്ടായിരുന്നു. അതായത് നമുക്ക് ആക്ച്വലി ഒരു ഇൻവോയ്സ് ഉണ്ട്, പക്ഷെ ചില ഇൻവോയ്സുകൾ സപ്ലയർ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി. അന്നേരം ആ വിട്ടുപോയത് കൊണ്ട് നമുക്ക് ആക്ച്വലി ക്രെഡിറ്റ് എടുക്കാതിരിക്കേണ്ട ഒരവസ്ഥ വരണ്ട. നമുക്ക് മാക്സിമം ഒരു 5% കൂടെ അഡീഷണലി ക്ലെയിം ചെയ്യാമെന്നായിരുന്നു പണ്ട് ഉണ്ടായിരുന്ന പ്രൊവിഷൻ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഇയാൾ GSTR 1 സമയത്ത് ഫയൽ ചെയ്ത് നമ്മുടെ GSTR 2A GSTR 2B റിഫ്ലക്ട് ആവുന്ന ക്രെഡിറ്റ് മാത്രമേ നമുക്ക് ഇപ്പം എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ആസ് ഓഫ് നൗ നമുക്ക് ഈ പ്രൊവിഷൻ, ഈ ക്വസ്റ്റ്യൻ നമുക്കിപ്പം നിലവിൽ റെലവെന്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ്, ഡിറ്റർമൈൻ ദ amount of input tax credit admissible to PQR Limited in respect of the following goods procured by it in the month of January 2022. താഴെ പറയുന്ന ക്രെഡിറ്റുകളിൽ ഏതൊക്കെയാണ് നമുക്ക് ആക്ച്വലി ക്ലെയിം ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളത്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ? ഗുഡ്സ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് അഡീഷണൽ ഫ്ലോർ ഓഫ് ഓഫീസ് ബിൽഡിംഗ്. ഇതെന്തല്ല, ഇത് എലിജിബിൾ ക്രെഡിറ്റ് അല്ല, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ് അല്ലെ? പാക്കിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ഫാക്ടറി 8,000. ഇതെന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. ഇനി ഗുഡ്സ് ഡിസ്ട്രോയിഡ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്, ഇതെന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇതുകൊണ്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് സപ്ലൈ ഉണ്ടാവുന്നില്ല. ഔട്ട്പുട്ട് സപ്ലൈ ഇനി ഉണ്ടാവത്തില്ല. സോ അതിന്റെ
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ 8,000 would be the correct answer. 8,000, option number B would be the correct answer for question number 72. Next, question number 73. Input tax credit as credited in electronic credit ledger can be utilized for payment of interest വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പേയ്മെന്റ് ഓഫ് ലേറ്റ് ഫീസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആകെ നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ടാക്സിന് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, പേയ്മെന്റ് ഓഫ് ലേറ്റ് ഫീസ് ആയിക്കോട്ടെ, ഇത് നമ്മൾ ക്യാഷ് ആയിട്ട് കയ്യിൽ നിന്ന് അടയ്ക്കണം. നമ്മൾ ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? പേയ്മെന്റ് ഓഫ് ടാക്സ്, നമ്മുടെ GST ലയബിലിറ്റി അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പെനാൽറ്റിയോ ലേറ്റ് ഫീസോ ഇൻട്രസ്റ്റോ എല്ലാം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് ക്രെഡിറ്റ് യൂസ് ചെയ്ത് നമുക്ക് പേ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ പേ ചെയ്യണം. ഓക്കെ, question number 73. Next, question number 74. X of Jaipur, a registered dealer, purchased goods from Y of Kota, unregistered dealer, for rupees 10 lakhs. He sold the same goods to Z of Kota, a registered dealer, at profit margin of 20% on purchase cost. GST rate on such goods is 12%. Compute the GST payable by X. അതായത് ഇവിടെ നമ്മുടെ സെയിൽസ് വാല്യൂ എത്രയാണ്? 10 lakh നമുക്ക് പർച്ചേസ് ഉണ്ട്, അതിൽ നിന്ന് 20% മാർജിൻ ഇട്ടിട്ടുണ്ട്. എത്ര? 12 lakh ആണ് നമ്മുടെ സെയിൽസ് വാല്യൂ. 12 lakh ആണ് നമ്മുടെ സെയിൽസ് വാല്യൂ. ഈ 12 lakhന് മീതെ നമുക്ക് എത്ര GST വന്നു? CGST 6%, SGST 6%. CGST 6%, SGST 6%. നമുക്ക് എത്ര റെസ്പെക്റ്റീവ്ലി വന്നു? 72,000 ഈച്ച്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്? അൺരജിസ്റ്റേർഡ് ഡീലറിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്, ഇല്ലേ? അൺരജിസ്റ്റേർഡ് ഡീലറിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അന്നേരം എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടോ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ? ഇല്ല. അന്നേരം എന്റെ ലയബിലിറ്റി എന്തുവാണ്? ഓപ്ഷൻ നമ്പർ A, CGST 72,000 and SGST 72,000. Next, question number 75. The time limit beyond which, if inputs sent for job work is not returned, will be treated as supply in CGST Act 2017. അത് ഇൻപുട്സ് നമ്മൾ ജോബ് വർക്കിന് വേണ്ടിയിട്ട് അയക്കുവാണ്. പ്രിൻസിപ്പിള് ജോബ് വർക്കർക്ക് അയാൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുഡ്സ് അയക്കുവാണ്. ഈ ഗുഡ്സ് അയക്കുന്നതിന് നമ്മൾ എന്തായിട്ട് കണക്കാക്കത്തില്ല? സപ്ലൈ ആയിട്ട് കണക്കാക്കത്തില്ല, പ്രൊവൈഡഡ് ദാറ്റ് ഇൻപുട്സ് ഈസ് റിസീവ്ഡ് അല്ലെങ്കിൽ റിട്ടേൺഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. ക്യാപിറ്റൽ ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ എന്തുവാണ്? ഇന്നലെ നമ്മൾ ഒരു ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ക്യാപിറ്റൽ ഗുഡ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 3 years. അപ്പം ഗുഡ്സിന്റെ കേസിൽ അല്ലെങ്കിൽ ഇൻപുട്സിന്റെ കേസിൽ 1 year ആണ് നമ്മുടെ ടൈം ലിമിറ്റ്. Okay. Next, question 76. As per section 24 of the CGST Act 2017, which out of the following is not liable for registration under GST from the following? ഇതിനകത്ത് താഴെ പറയുന്ന കേസിൽ ആരാണ് GST രജിസ്ട്രേഷൻ എടുക്കണമെന്ന് നിർബന്ധമില്ലാത്തത്? ഏതാണ്? നോൺ റെസിഡന്റ് പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ പേഴ്സൺ. നോൺ റെസിഡന്റ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. ഇതല്ല. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്തല്ല? കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്, അല്ലെ? നെക്സ്റ്റ്, ഡീലർ എൻഗേജ്ഡ് ഇൻ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ. ഇതും എന്താണ്? മാൻഡേറ്ററി രജിസ്ട്രേഷൻ ആണ്. സോ രജിസ്ട്രേഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത ആളാരാണ്? അഗ്രികൾച്ചറിസ്റ്റ് സെൻഡിങ് പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്. ഇയാൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അയാൾ അത് മാത്രമേ ഉള്ളൂ. സോ ടേൺ ഓവർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അയാൾ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, question number 77. A dealer who is a resident of Manipur has a place of business both at Manipur and Himachal Pradesh. His taxable supply of goods in the state of Manipur is rupees 12 lakhs and at the state of Himachal Pradesh is rupees 6 lakh. From where he has to take GST registration? ഇവിടെ ഇയാൾ GST registration എടുക്കേണ്ട ആവശ്യമുണ്ടോ? ടോട്ടൽ ടേൺ ഓവർ എത്രയാ? 12 + 6 18. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മണിപ്പൂരിലെ നമ്മുടെ GST രജിസ്ട്രേഷൻ റിക്വയർമെന്റ് എത്രയാണ്? അവിടെ 20 lakh ഒന്നുമില്ല. അവിടെ എത്രയാണ്? 10 lakh ആണ്, ഇല്ലേ? മണിപ്പൂരിൽ നമ്മുടെ ലിമിറ്റ് 10 lakh ആണ്. അയാൾക്ക് ടേൺ ഓവർ എത്ര വന്നിട്ടുണ്ട്?
12 lakh വന്നിട്ടുണ്ട്, ഇയാൾ എന്ത് ചെയ്യേണ്ടി വരും? GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുക്കണം. ആൻഡ് വൺസ് നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എൻറ്റയർ ട്രാൻസാക്ഷൻസ് നമുക്ക് GST അപ്ലിക്കബിൾ ആയിരിക്കും. നമ്മൾ എവിടെയൊക്കെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. സോ രജിസ്ട്രേഷൻ ഈസ് റിക്വയർഡ് ഇൻ ബോത്ത് ദ സ്റ്റേറ്റ് ഓഫ് മണിപ്പൂർ ആൻഡ് ഹിമാചൽ പ്രദേശ്. ഓക്കെ, നെക്സ്റ്റ്, as per Rule 21 of CGST Rules 2017, a proper officer may cancel the registration of a person who has taken voluntary registration under Section 25(3) has not commenced within dash period from the date of registration. Date of registration എടുത്തതിന് ശേഷം 6 മാസത്തിനുള്ളിൽ ബിസിനസ് തുടങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്? ഓഫീസർക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? സോ ഓപ്ഷൻ ബി വുഡ് ബി ദ കറക്റ്റ് ആൻസർ. Question number 79. In the case of taxable supply of services by NBFC company, invoice shall be issued within a period of dash from the date of supply of service. Normally എത്ര ദിവസമാണ്? 30 days ആണ്. പക്ഷേ NBFC കമ്പനീസിന്റെ കേസിൽ നമ്മുടെ ടൈം ലിമിറ്റ് എത്രയാണെന്ന് പഠിച്ചേ? 45 days ആണ് അല്ലേ? 45 days is the correct answer. Next, dynamic quick response code, dynamic QR code is applicable to the suppliers who issue invoice to unregistered person exceeding എത്രയാണ്? 500 CR above ഉള്ളതിനാണ് നമ്മൾ QR code, ഇൻവോയ്സിംഗിന് QR കോഡിന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത്. സോ ഓപ്ഷൻ ഡി വുഡ് ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, രാജേന്ദ്ര ഈസ് രജിസ്റ്റേർഡ് അണ്ടർ GST, supplied exempted goods to his customer within his state. In this case, he shall issue tax invoice, bill of supply, receipt voucher, tax invoice or receipt voucher. ഇവിടെ ഏതാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്? എക്സംപ്റ്റ് സപ്ലൈന്റെ കേസിൽ, GST കളക്ട് ചെയ്യാത്ത കേസിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബിൽ ഓഫ് സപ്ലൈ അല്ലേ? ഓപ്ഷൻ ബി വുഡ് ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 82. ആനുവൽ റിട്ടേൺ ഓഫ് GSTR 9 ഷാൽ ബി ഫൈൽഡ് ബൈ. ഇവിടെ ആക്ച്വലി ആ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് ആക്ച്വലി തെറ്റാണ്. അതായത് ഏതൊക്കെ പറഞ്ഞേക്കുന്നത്? എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഹാവിംഗ് 1.5 CR or more. നെക്സ്റ്റ്, എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഹാവിംഗ് ആനുവൽ ടേൺ ഓവർ ഓഫ് 2 crore or more. ഇവിടെ ഓപ്ഷൻ റിപ്പീറ്റ് ചെയ്തേക്കാണ്. ആക്ച്വലി ക്വസ്റ്റ്യൻ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ 2 crore വരെ എന്തിന്റെ ആവശ്യമില്ല, ഇയാള് ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ആക്ച്വലി എല്ലാ ഓപ്ഷൻസും തന്നെ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. ഇനി വേറൊരു രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് സെക്ഷൻ 44 പ്രകാരം ആര് ഫയൽ ചെയ്യണം എന്നാണ് ചോദിച്ചേക്കുന്നത്. അഗെയിൻ നമ്മുടെ സിലബസിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്, അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂല് നോട്ടിഫിക്കേഷൻസിന് വലിയ റെലവൻസ് ഇല്ല. നമ്മൾ ആക്ച്വലി സെക്ഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അന്നേരം സെക്ഷൻ പ്രകാരം എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ലയബിൾ ആണ്. സോ ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അവർ നോട്ടിഫിക്കേഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ആക്ച്വലി ഈ 2 CR എന്ന് പറയുന്ന ലിമിറ്റ് പറയുന്നത്. അതാണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്, the transporter starts movement of goods on 2nd March 2022 for destination which is 600 kilometers from the place of dispatch. E-way bill is generated is valid till. അതായത് വാലിഡിറ്റി ഓഫ് E-way bill generated ആണ് ഇവിടെ നമുക്ക് ക്വസ്റ്റൻ ആയിട്ട് വന്നേക്കുന്നത്. എന്തുമാണ് വാലിഡിറ്റി? അതായത് ഓരോ, ഇങ്ങനെ ഓർത്താൽ മതി, ഓരോ 200 കിലോമീറ്ററിനും ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് വാലിഡിറ്റി അല്ലേ? അതായത് 200 കിലോമീറ്റർ വരെ 1 കിലോമീറ്റർ ഒരു ദിവസം, അതിനുശേഷമുള്ള ഓരോ 200 കിലോമീറ്ററിനും ഒരു അഡീഷണൽ ദിവസം എന്നുള്ള രീതിയിലാണ് നമുക്ക് വാലിഡിറ്റി പീരീഡ് വരുന്നത്. ഇവിടെ നമുക്ക് എത്രയുണ്ട്? 600 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ ഇൻ എഫക്ട് 3 days നമുക്ക് വാലിഡിറ്റി ഉണ്ട്. നമ്മൾ എന്നാ തുടങ്ങിയത്? 2nd മാർച്ചിനാണ് വണ്ടി വിടുന്നത്. 2nd മാർച്ച് തൊട്ട് 2nd, 3rd, 4th വരെയാണ് നമുക്ക് വാലിഡിറ്റി ഉള്ളത്. 83 ആൻഡ് ഓപ്ഷൻ വുഡ് ബി ഓപ്ഷൻ എ. നെക്സ്റ്റ്, which out of the following is not the type of ledgers prescribed by the government under CGST Act 2017? ഈ താഴെ പറയുന്ന എന്ത് ലെഡ്ജറാണ് ആക്ച്വലി നമ്മൾ GST ഡിസ്കസ് ചെയ്യാത്തത്? ഇലക്ട്രോണിക് പേയ്മെന്റ് ലെഡ്ജർ. ഓപ്ഷൻ എ ഇലക്ട്രോണിക് പേയ്മെന്റ് ലെഡ്ജർ. ഓപ്ഷൻ ബി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഓപ്ഷൻ സി ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. ഓപ്ഷൻ ഡി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എന്നാ നമുക്കറിയാം. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ
നമുക്ക് വരുന്ന ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്തുള്ള ബാലൻസും ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനകത്തുള്ള ബാലൻസും യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും ഇല്ലേ? ഇലക്ട്രോണിക് പേയ്മെന്റ് ലെഡ്ജർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെഡ്ജർ ഇല്ല. സോ ഓപ്ഷൻ എ വുഡ് ബി ദ കറക്റ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ 84. Okay. Next, question number 85. A dealer has an SGST credit of 4 lakh in his ITC ledger for the month of December 2021. ഇയാളുടെ SGST ക്രെഡിറ്റിൽ ITC ലെഡ്ജറിൽ 4 lakh കിടപ്പുണ്ട്. And the same month he has a CGST output liability of 3 lakhs. What an amount should be deposited by that dealer to his electronic cash ledger to file a valid return? Returns ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ITC നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? ഒന്ന് SGSTയും ഒന്ന് CGST ആണ്. ഇത് തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അന്നേരം നമ്മൾ ഈ 3 lakh ലയബിലിറ്റി എന്ന് പറയുന്നതും 3 lakhും നമ്മൾ ക്യാഷ് ആയിട്ട് നമ്മൾ കൊണ്ടുവരണം. ക്യാഷ് ആയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ പേ ചെയ്യണം. ആ 4 lakh അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് ക്രെഡിറ്റ് ലെഡ്ജറിൽ തന്നെ നിൽക്കും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ വുഡ് ബി 3 lakh. Next question. Question number 86. During the month of June, Tata Limited sold goods to Bata Limited for 4,40,000 and charged GST at 18%. 4,40,000 രൂപയ്ക്ക് ടാറ്റ ബാറ്റയ്ക്ക് വിറ്റു into 18% GST liability. Owing to some defect in the goods, Bata Limited returned some of the goods by issuing debit note of 27,000 plus GST in the same month. Tata Limited recorded the return of goods by issuing credit note 27,000. അതായത് സെയിൽസ് 4,40,000 ഉണ്ടെന്നുണ്ടെങ്കിലും സെയിൽസ് റിട്ടേൺ എത്രയുണ്ട്? 27,000 ഇൻറ്റു 18% ഉണ്ട് ഇല്ലേ? അന്നേരം നമ്മുടെ ഈ മാസത്തെ നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്, സെയിൽസ് ടാക്സ് ഇൻവോയ്സ് മൈനസ് ക്രെഡിറ്റ് നോട്ട് റേസ്ഡ്. അതായത് ഇതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോക്യുമെന്റ് രണ്ടുപേരും ഇഷ്യൂ ചെയ്തു. ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തു, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തു. നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തുവാണ്? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് ഇൻറ്റു ദ GST ലയബിലിറ്റി. എത്ര വരും? 4,40,000 മൈനസ് 27,000 ഈക്വൽസ് 4,13,000. 4,13,000 മീതി ആയിരിക്കും നമുക്ക് GST ലയബിലിറ്റി വരിക. 74,340. 74,340. 74,340 would be the correct answer. Next, question number 87. The special audit report under section 66 of CGST Act 2017 is to be submitted to the Assistant Commissioner normally within the period of എത്ര ദിവസമാണ്? 90 days. സ്പെഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഗവൺമെന്റ് തന്നെ പറയുന്നതിന്റെ ബേസിൽ GST ഓഡിറ്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് റിപ്പോർട്ട് ഈസ് ടു ബി സബ്മിറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 90 days. Okay. Section 56 of CGST Act 2017 states that if any tax ordered to be refunded under Section 54 is not refunded within the period of dash from the date of receipt of application, interest at such rates not exceeding dash per annum shall be payable in respect of such refund. അതായത് റീഫണ്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ പോയിട്ടുണ്ടായിരിക്കണം? 60 ദിവസത്തിനുള്ളിൽ പോയിട്ടുണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ 6% ഇൻട്രസ്റ്റ് പേയബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 89. Karishma Limited has provided the following information for the month of September 2021. Okay. Intrastate supply 12 lakh, interstate supply 4 lakh, turnover of exported goods അഥവാ zero rated supply 6 lakh, payment made for availing GTA services സ്റ്റാർ ആസ്ട്രിക്സിൽ കൊടുത്തിട്ടുണ്ട്. GTA not paying tax at 12%. ഉദ്ദേശിച്ചേക്കുന്നത് എന്തുവാണ്? അതായത് ഇത് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ്. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നമുക്ക് ലയബിലിറ്റി വന്ന സംഭവമാണ്. പക്ഷെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ടേൺ ഓവറിൽ നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. കാൽക്കുലേറ്റ് അഗ്രിഗേറ്റ് ടേൺ ഓവർ. അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ നമ്മൾ എന്തൊക്കെ എടുത്താൽ മതി? 12 + 4 എത്ര വന്നു? 12 + 4 16, 16 + 6 22. 22 lakhs would be the aggregate turnover. Next, question number 90. What is the highest approved prescribed rate under UT GST Act 2017? The highest rate maximum impose ചെയ്യാൻ പറ്റുന്ന എത്രയാണ്?
നോർമലി ഇമ്പോസ് ചെയ്യുന്നത് 28% ആണ്, പക്ഷെ മാക്സിമം ഇമ്പോസ് ചെയ്യാൻ പറ്റുന്നത് ലീഗലി, അതായത് ടോട്ടൽ റേറ്റ് നോക്കുമ്പോൾ 40% ആണ്. അതായത് IGST കേസ് നോക്കുമ്പോഴത്തേക്കും 40% വരെ പോകാം. പക്ഷെ നമ്മുടെ CGST, SGST, ഇനി UTGST എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ നേരെ പകുതി 20-20 ഉള്ള കണക്കിൽ മാക്സിമം എത്ര ഇമ്പോസ് ചെയ്യാം? 20%. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ലയബിലിറ്റി കനോട്ട് ബി അഡ്ജസ്റ്റഡ് അഗൈൻസ്റ്റ് ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് UTGST? ഏതൊക്കെ? IGST നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവോ? IGST അഡ്ജസ്റ്റ് ചെയ്യാം ഇല്ലേ? IGST അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. UTGST നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവോ? UTGST നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. CGST അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ CGST, SGST എന്ന് പറയുന്ന പോലെ തന്നെയാണ് CGST, UTGST. UTGST ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, question number 92. The advance ruling authority shall comprise of one member from among the officers of central tax, one member from among the officers of union territory tax appointed by the central government as the case may be, both A and B, neither A nor B. എന്താണ്? രണ്ട് സെക്ഷനിൽ നിന്നും ഓഫീസേഴ്സിന് അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിയിൽ അപ്പോയിന്റ് ചെയ്യും. സോ ഓപ്ഷൻ C. നെക്സ്റ്റ്, question number 93. As per section 7 of CGST Act 2017, the provisional compensation payable to the state shall be released at the end of every 2 months. 2 മാസം കൂടുമ്പോൾ നമ്മുടെ കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടത് പ്രൊവിഷണൽ ബേസിൽ റിലീസ് ചെയ്യും at the end of 2 months. നെക്സ്റ്റ്, question number 94. GST compensation to States Act 2017 is applicable to whole of India excluding Jammu and Kashmir, Union Territories, whole of India excluding Jammu and Kashmir, whole of India, whole of world. Whole of world ഒന്നും എന്തായാലും അല്ല, എന്താണ് whole of India? Whole of India എക്സെപ്റ്റ് ചില ആക്ടുകളിൽ പറയുന്ന മാതിരി എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ഒന്നും GST കേസിലില്ല, whole of India. നെക്സ്റ്റ്, the projected nominal growth rate of revenue subsumed for a state during the transaction period shall be %. ഇവിടെ എന്ത് പറയുന്നത്? നമ്മുടെ കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ GST ആക്ട് തുടങ്ങുന്നതിന് മുന്നേ, GST 2017 സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന് മുന്നേ ഉള്ള ഫിനാൻഷ്യൽ ഇയറിൽ റെസ്പെക്റ്റീവ് സ്റ്റേറ്റിന് എത്ര ടാക്സ് റവന്യൂ വന്നു, ആ ടാക്സ് റവന്യൂവിന്റെ ബേസിലാണ് നമ്മൾ കോമ്പൻസേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ആ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഓരോ വർഷം ചെല്ലുന്തോറും സ്വാഭാവികമായിട്ടും ടാക്സ് റവന്യൂ കൂടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിലെ എക്കണോമിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ റവന്യൂ കൂടും. സോ ആ റവന്യൂ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രോത്ത് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത് എത്രയാണ്? 14% ആണ്. സോ ഓപ്ഷൻ A വുഡ് ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, റേറ്റ് ഓഫ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആർ സ്പെസിഫൈഡ് അണ്ടർ, എവിടെ പറഞ്ഞേക്കുന്നത്? കസ്റ്റംസ് താരിഫ് ആക്ടിൽ അല്ലെ? കസ്റ്റംസ് താരിഫ് ആക്ട് 96. നെക്സ്റ്റ്, അസസബിൾ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അസസബിൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? അസസബിൾ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ FOB $12,000. ഈ ഫ്രൈറ്റ്, ഇത് ട്രാൻസ്പോർട്ടേഷൻ ബൈ വേ ഓഫ് സി ആണ്, അതുകൊണ്ട് നമുക്ക് വേറെ ലിമിറ്റ് ഒന്നും ആപ്ലിക്കബിൾ ആകത്തില്ല. 2500. ഇൻഷുറൻസ് 150, എല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. സോ ടോട്ടൽ എത്ര വന്നു? 12,000 പ്ലസ് 2,500 പ്ലസ് 150, $14,650. $14,650 ഇൻറ്റു കൺവേർഷൻ റേറ്റ് എത്രയാണ്? 75 ഇൻറ്റു 75 ഈക്വൽസ് 10,98,650. ഓപ്ഷൻ D, 10,98,650. Question number 98. The date of determination for the rate of duty and tariff valuation of imported goods in the case of goods entered for home consumption is the date of, അതായത് നമ്മൾ റേറ്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഏതാണ്? ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ഓർ ഡേറ്റ് ഓഫ് എൻട്രി ഇൻവാർഡ്സ് ടു ദ വെസൽ വിച്ച് എവർ ഈസ് ലേറ്റർ ഇല്ലേ? അതാണ് നമ്മൾ റെസ്പെക്റ്റീവ് ഡേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഓപ്ഷൻ D വുഡ് ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, which of the following is not part of a rule 3 of rules of interpretation of first schedule of customs tariff act? അതായത് കസ്റ്റംസ് ഷെഡ്യൂളിൽ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് കൺഫ്യൂഷൻ വരുമ്പോൾ റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷനകത്ത് നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യും? അതായത് സ്പെസിഫിക് ഓവർ ജനറൽ ഉണ്ട്, എസെൻഷ്യൽ ക്യാരക്ടർ പ്രിൻസിപ്പിൾ കൺസിഡർ ചെയ്യും, ലാറ്റർ ദ ബെറ്റർ പ്രിൻസിപ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യും. അക്കൻ റൂൾ ഇതിനകത്തെ ഭാഗമായിട്ടുള്ള ഒരു ഇതല്ല. ബാക്കി മൂന്നുമാണ് നമ്മൾ റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്.
Next, question number 100, last question. Javed imported computers for his office use and paid 4 lakhs as import duty. The computers are re-exported after being used for a period of 13 months. The amount allowed as duty drawback is, അതായത് നമുക്കറിയാം ഹോം കൺസപ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, നമ്മളിത് റീ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിത് ഗുഡ്സ് യൂസ് ചെയ്യാതെ നമ്മൾ റീ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ് ടു 98% വരെ നമുക്ക് ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടുന്നതാണ്. പക്ഷെ നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ റീ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും, ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് മന്ത്സ്, നമ്മൾ എത്ര മാസം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിൽ അത്രത്തോളം നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടിന്റെ റീഫണ്ട് റേറ്റ്, നമ്മുടെ ഡ്യൂട്ടി ഡ്രോബാക്കിന്റെ റേറ്റ് കുറഞ്ഞു വരും. അതിന് നമ്മളൊരു ഷെഡ്യൂൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ നമ്മുടെ പീരീഡ് ഫ്രം 12 months to 15 months ഇടയിൽ യൂസ് ചെയ്യുന്ന പീരീഡ്, അതാണ് നമുക്ക് ആപ്ലിക്കബിൾ ആവുക. എത്ര പെർസെന്റേജ് നമുക്ക് കിട്ടും? 65% നമുക്ക് ഡ്യൂട്ടി ഡ്രോബാക്ക് നമുക്ക് കിട്ടും. സോ നമുക്ക് എത്ര വന്നു? 4 lakhന്റെ 65%, 2,60,000 would be the correct answer. Okay ആണോ? ഓക്കെ. സോ ഇതായിട്ട് നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു റീസണബിൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് വരുന്നത്, എത്രത്തോളം വെയിറ്റേജ് ഓരോ രീതിയിൽ നിന്നും, ഇപ്പം വാല്യുവേഷൻ, പോയിന്റ് ഓഫ് സപ്ലൈ, പോയിന്റ് ഓഫ് ടൈം ഓഫ് സപ്ലൈ, ഇങ്ങനെ ഓരോ ആംഗിളിൽ നിന്നും എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് യൂഷ്വലി വരുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ടായിരിക്കണം. സോ പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആൻഡ് അമെന്റ്മെന്റ്സ് ഫോക്കസ് ചെയ്യുക. നമ്മൾ അമെന്റ്മെന്റ്സിനകത്ത് നമുക്കിപ്പം അമെന്റ്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സപ്ലിമെന്ററി സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് തന്നേക്കുന്നത് ഭയങ്കര ഓവർലോഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. നോട്ടിഫിക്കേഷൻസ്, ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് തന്നിട്ടുണ്ട്. എന്റയർ ഫിനാൻസ് ആക്ട് ചേഞ്ച് വന്നത് മൊത്തം അതേപടി ഒരു സപ്ലിമെന്ററി മെറ്റീരിയൽ ആയിട്ട് അതേപടി തന്നിട്ടുണ്ട്. നമുക്ക് പക്ഷേ റെലവെന്റ് ആയിട്ടുള്ള നമ്മുടെ സിലബസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, ആക്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, നോട്ടിഫിക്കേഷൻസിൽ നമുക്ക് വലിയ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആക്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അമെന്റ്മെന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതും കൂടെ ഫോക്കസ് ചെയ്തിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അമെന്റ്മെന്റ്സ് ഡിസ്കസ് ചെയ്യാം. അമെന്റ്മെന്റ്സ് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള സെക്ഷൻ വൈസ് നമുക്ക് ആക്ടിൽ എന്തൊക്കെ ചേഞ്ച് വന്നു എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. നോട്ടിഫിക്കേഷൻസിനകത്ത് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂല് അതിനത്ര വലിയ റെലവൻസ് ഇല്ല. സോ അമെന്റ്മെന്റ്സ് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. റെലവെന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് സെക്ഷൻ 115 BBH, income from transfer of virtual digital assets. Income from transfer of virtual digital assets. അതായത് ഈ വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ എന്നൊക്കെ പറയുന്ന സാധനം ഇല്ലേ? അതായത് ലാസ്റ്റ് ബഡ്ജറ്റിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഈവൻ അതിനെയും ടാക്സേഷൻ, അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻസിനെ പോലും ടാക്സേഷന്റെ പരിധിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഭയങ്കര ന്യൂസ് ആയിരുന്നു ആ ഒരു സമയത്ത്. അതായത് ക്രിപ്റ്റോ കറൻസികളെ ഗവൺമെന്റ് അംഗീകരിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഈവൻ ഇല്ലീഗൽ ആയിട്ടുള്ള, നമ്മളിപ്പോ ഒരു കഞ്ചാവ് കച്ചവടം നടത്തിയാൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി നമ്മൾ ടാക്സ് അടയ്ക്കണം. അന്നേരം ഇതിനെ നമ്മൾ ക്രിപ്റ്റോ കറൻസിനെ ഒന്നും നമുക്ക് ലീഗൽ ആക്കി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് ആക്ച്വലി എന്തുണ്ട്? ടാക്സ് ലയബിലിറ്റി ഉണ്ട്, നമ്മൾ ഡിസ്ചാർജ് ചെയ്യണം. അത് നേരത്തെ അതിനെക്കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം ആസ് ഓഫ് നൗ എന്ത് ചെയ്തു? 115 BBH പ്രകാരം നമ്മൾ അതിനെ സ്പെഷ്യൽ റേറ്റ് ഓഫ് ടാക്സേഷൻ, അതായത് മാക്സിമം റേറ്റ് ഓഫ് ടാക്സേഷൻ 30% അണ്ടറിലോട്ട് കൊണ്ടുവന്നു. 30%, അതായത് 30% ടാക്സ് ലയബിലിറ്റി ഉണ്ടായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന്. എഗെയിൻ അതിൽ നിന്ന് എന്ത് കിട്ടത്തില്ല? നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാനില്ല. നോ ബെനിഫിറ്റ് ഓഫ് ഡിഡക്ഷൻസ്. എക്സെപ്റ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ സെറ്റ് ഓഫ്. നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുത്തു, അതിന്റെ ഇൻട്രസ്റ്റ്, ഇതൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡിഡക്ഷനും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ആകെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന എന്തുവാണ്? നമ്മൾ ബിറ്റ് കോയിൻ വിറ്റപ്പം കിട്ടിയ പൈസയിൽ നിന്നും മേടിച്ചപ്പോൾ കൊടുത്ത പൈസ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാം. അത് മാത്രമാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. ഇനി എഗെയിൻ നമുക്ക് ഏതെങ്കിലും വർഷം നമുക്ക് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലോസും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വർഷത്തെ ലോസ് നമുക്ക് മറ്റൊരു ഗെയിനുമായിട്ട് മാത്രം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അല്ലാതെയുള്ള യാതൊരു ഡിഡക്ഷനും ആ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട്, ആ ഇൻകത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. This is one of the amendments in the Act. Next, section 80 IAC,
സെക്ഷൻ 80 IAC നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള ആക്ട് ആണ്, പഠിച്ചിട്ടുള്ള സെക്ഷൻ ആണ്. എന്തുവാണ്? സ്റ്റാർട്ടപ്സിന് കൊടുക്കുന്ന ഇൻകം ടാക്സ് വേവർ അല്ലെ? അന്നേരം സ്റ്റാർട്ടപ്സിന് കൊടുക്കുന്ന വേവറിൽ നമ്മൾ വൺ ഓഫ് ദ കണ്ടീഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സ്റ്റാർട്ടപ്പ് ഷുഡ് ഹാവ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഡ്യൂറിംഗ് 1/4/2016 to 31st March 2022 എന്നായിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കണ്ടീഷൻ. അത് ഒരു വർഷം കൂടെ നീട്ടി കൊടുത്തു. 2023 വരെ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിനും ഇതിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് TDSന്റെ അണ്ടറിൽ പുതിയ 2 പ്രൊവിഷൻസ് വന്നിട്ടുണ്ട്. TDSന്റെ അണ്ടറിൽ നമുക്ക് 2 പുതിയ പ്രൊവിഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് 194R. 194R. R എന്തുവാണ് പറയുന്നത്? എനി പാർട്ടിക്ക് നമ്മൾ പെർക്വിസിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇൻ എക്സസ് ഓഫ് 20,000 in a year, we shall deduct 10% TDS. പെർക്വിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർത്തോണം, ഇത് എന്തല്ല, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾ തമ്മിൽ കൊടുക്കുന്നതല്ല. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി എവിടെ കവേർഡ് ആണ്? സെക്ഷൻ 192 കവേർഡ് ആണ് അല്ലെ? സാലറി കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് അതിന്റെ TDS ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇത് അതർ ദാൻ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾ തമ്മിൽ പെർക്വിസിറ്റിന്റെ ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ മോർ ദാൻ 20,000 in an year ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഡിഡക്ട് ചെയ്യണം? 10% ആ വർഷം നമ്മൾ ഡിഡക്ട് ചെയ്യണം. ഇനി എക്സെപ്ഷൻ ഉള്ളത് ഇൻഡിവിജ്വൽസിനും HUFനും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഡിവിജ്വൽസിനും HUFനും ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് അമെന്റ്മെന്റിൽ പുതിയതായിട്ട് TDSനകത്ത് നമുക്ക് പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു പ്രൊവിഷൻ 194S. നമ്മൾ നേരത്തെ 115 BBH നമ്മൾ പഠിച്ച പോലെ തന്നെ ആ സെയിം ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള TDS പ്രൊവിഷൻ ആണ്. എന്ത്? ട്രാൻസ്ഫർ ഓഫ് വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്. ട്രാൻസ്ഫർ ഓഫ് വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഈ പറയുന്ന ഇൻകം നമ്മുടെ ടാക്സ് ലയബിലിറ്റിന്റെ റിവ്യൂവിൽ നമ്മൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ സെയിൽസ് കൺസിഡറേഷൻ in the case of specified persons, others. In the case of specified persons, aggregate 50,000. Others, aggregate 10,000. അതായത് നമ്മൾ ആരാ TDS ഡിഡക്ട് ചെയ്യുന്നത്? നമ്മൾ മറ്റൊരാൾക്ക് പേയ്മെന്റ് ചെയ്യുമ്പം ആ പേയ്മെന്റ് അഗ്രിഗേറ്റ് 50,000 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ, ചില ആളുകളുടെ കേസിൽ 50,000, ചില ആളുകളുടെ കേസിൽ 10,000 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ 1% TDS നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ടി വരും. ഇത് നോർമലി 10,000 ആണ് ലിമിറ്റ്. പക്ഷെ ചില സ്പെസിഫൈഡ് ആളുകളുടെ കേസിൽ ഈ ലിമിറ്റ് എത്രയല്ല, 10,000 അല്ല, 50,000 ആണ്. ആരാണ് ഈ സ്പെസിഫൈഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽസ് ഓർ HUF
without PGBP income. Individuals or HUF without PGBP income. Other assessees with PGBP income but not liable to tax audit. ഈ പറയുന്ന ആളുകൾക്ക് എത്ര ലിമിറ്റ് അപ്ലൈ ചെയ്യത്തുള്ളൂ? 10,000 അല്ല, 50,000 ഇവരുടെ കേസിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അസസ്മെന്റ് പ്രൊസീജിയേഴ്സിന്റെ അണ്ടറിൽ പുതിയൊരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. റൂൾ 12AB എന്ന് പറഞ്ഞ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ സെക്ഷൻ 139(1) നമ്മൾ പഠിക്കുന്നുണ്ട്. 139(1) നമ്മൾ പഠിക്കുന്നുണ്ട് ആരൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്. ഇൻകം ടാക്സ് റിട്ടേൺസ് മാൻഡേറ്ററി ആയിട്ട് ആരൊക്കെ ഫയൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്നേരം അതിന് പുറമെ 139(1) പറയുന്ന ആളുകൾ ഓൾറെഡി ഫയൽ ചെയ്യണം. അതിന് പുറമെ ഈ റൂൾ 12AB പറയുന്ന റൂൾ 12AB പറയുന്ന ആളുകളും കൂടെ എന്ത് ചെയ്യേണ്ടി വരും? അവരും കൂടെ മാൻഡേറ്ററി ആയിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടി വരും. അവർക്ക് ഇൻകം എബവ് ബേസിക് എക്സ്പെൻസ് ലിമിറ്റ് ആണോ എന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ആളുകൾ ആരൊക്കെ? ഇനി ബിസിനസ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ 60 ലക്ഷത്തിന് മീതെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും റിട്ടേൺസ് ഫയൽ ചെയ്യണം. ഇനി പ്രൊഫഷൻ ആണെങ്കിൽ എത്ര? നമ്മുടെ ടോട്ടൽ റിസീപ്റ്റ് 10 ലക്ഷത്തിന് മീതെ ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും റിട്ടേൺസ് ഫയൽ ചെയ്യണം. ഇനി എനി അതർ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഹൂസ് ഏജ്ഡ് 60 years, അതായത് സീനിയർ സിറ്റിസൺ, നമ്മൾ ബിസിനസ്സും പ്രൊഫഷനും ഒന്നുമല്ല, ബാക്കിയുള്ള നോർമൽ ഇൻഡിവിജ്വൽസ്, അവർക്ക് TDS അല്ലെങ്കിൽ TCS രണ്ടും കൂടെ ചേർത്ത് 50,000 മീതെ TDS അല്ലെങ്കിൽ TCS ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ITR ഫയൽ ചെയ്യണം. ഇത് ആരാണെന്നുണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ, എബവ് 60 years ആണെന്നുണ്ടെങ്കിൽ. ബാക്കിയുള്ള ആളുകളുടെ കേസിലോ 50,000 അല്ല, 25,000 ഓർ എബവ് എനിക്ക് TDS ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിർബന്ധമായിട്ടും ITR ഫയൽ ചെയ്തിരിക്കണം. ഇനി ബാക്കി ലാസ്റ്റ് കേസ് സേവിങ്സ് അക്കൗണ്ട് എനിക്കുണ്ട്. എന്റെ സേവിങ്സ് അക്കൗണ്ടിൽ 50 ലക്ഷത്തിന് മീതെ ഡെപ്പോസിറ്റ് ഒറ്റ അക്കൗണ്ട് ആയിട്ടായിരിക്കണം എന്നില്ല, ഇൻ അഗ്രഗേറ്റ് 50 ലക്ഷത്തിന് മീതെ എനിക്ക് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിർബന്ധമായിട്ടും എന്റെ റിട്ടേൺസ് ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വേറൊരു ചേഞ്ച് വന്നേക്കുന്നത് സെക്ഷൻ 115JC. ഏതാണ്? ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് അല്ലേ? ആൾട്ടർനേറ്റ് മിനിമം ടാക്സ്. അതിനകത്ത് ബേസിക് പ്രൊവിഷനകത്തൊന്നും ചേഞ്ച് ഒന്നുമില്ല. ബേസിക് പ്രൊവിഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 18.5% ആണ് ടാക്സ് റേറ്റ് വരുന്നത്, ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് റേറ്റ് വരുന്നത്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റീന്റെ കേസിൽ ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് ഷാൽ ബി 15%. ഇതാണ് അമെന്റ്മെന്റ് വന്നേക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീന്റെ കേസിൽ the tax rate shall be, alternate minimum tax rate shall be 15%. ഓൾറെഡി ഇനി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു യൂണിറ്റ് ലൊക്കേറ്റഡ് അറ്റ് IFSC. ഓൾറെഡി അത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, 9% ആയിരുന്നു. ഇതിനകത്തൊന്നും ചേഞ്ച് ഇല്ല. ഇവിടെയാണ് ചേഞ്ച് വന്നേക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് എന്ന് പറയുന്നത് 15% ആയിരിക്കും ആപ്ലിക്കബിൾ ആയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അസസ്മെന്റ് പ്രൊസീജിയറിനകത്തും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അസസ്മെന്റ് പ്രൊസീജിയറിനകത്ത് ദ ടൈം ലിമിറ്റ് ഫോർ മേക്കിംഗ് അസസ്മെന്റ് അണ്ടർ സെക്ഷൻ 143(3) സ്ക്രൂട്ടിനി അസസ്മെന്റ് ആൻഡ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് അണ്ടർ സെക്ഷൻ 144 അതിന്റെ ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. 18-19 to 2021 ഫിനാൻഷ്യൽ ഇയർ, ഈ രണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ടൈം ലിമിറ്റ് ഷാൽ ബി 18 months ഫ്രം ദ എൻഡ് ഓഫ് ദ അസസ്മെന്റ് ഇയർ. ഇനി അസസ്മെന്റ് ഇയർ 2019-20 കേസിൽ the time limit shall be 12 months from the end of the 12 months from the end of the assessment year. And in the case of assessment year 2021-22 and onwards, ഇനി അങ്ങോട്ട് ഏതായിരിക്കും? 9 months from the end of the assessment year. ഇത്രയും അമെന്റ്മെന്റ്സ് ആണ് നിങ്ങൾ എവിടെ ഫോക്കസ് ചെയ്യേണ്ടത്? ഇൻകം ടാക്സിന്റെ കേസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ സപ്ലിമെന്ററി മെറ്റീരിയൽ ഒരു വലിയൊരു ലിസ്റ്റ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇത്രയും അമെന്റ്മെന്റ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി, ബാക്കി ഓക്കെയാണ്, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇൻഡയറക്ട് ടാക്സിൽ വന്നേക്കുന്ന അമെന്റ്മെന്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇൻഡയറക്ട് ടാക്സിനകത്ത് നമുക്ക് മേജർ ആയിട്ട് വന്ന ഒരു അമെന്റ്മെന്റ് സെക്ഷൻ 16 സെക്ഷൻ 16 പറയുന്നുണ്ട് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ് മാക്സിമം ഏത് ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണം എന്നുള്ളതിന് നേരത്തെ ഉണ്ടായിരുന്ന ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് അടുത്ത വർഷത്തെ സെപ്റ്റംബർ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിന്റെ ഡ്യൂ ഡേറ്റ് അതായിരുന്നു നമ്മുടെ ടൈം ഫ്രെയിം. അതായത് സെപ്റ്റംബർ എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒക്ടോബർ 23 റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ഒക്ടോബർ 20 ആണ് ഡേറ്റ്. ഇനി ചിലപ്പം ഗവൺമെന്റ് ഡ്യൂ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാകാം ഡേറ്റ്. അതൊന്നും ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഇനി ആസ് പെർ ന്യൂ പ്രൊവിഷൻസ് നമ്മുടെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 30th നവംബറിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. അത് ഏത് റിട്ടേൺസിലാണെന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. 30th നവംബർ ആണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ്. 30th നവംബറിനുള്ളിൽ കഴിഞ്ഞ വർഷത്തെ ITC എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യണമെങ്കിൽ ക്ലെയിം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ചേഞ്ച് വന്നേക്കുന്നത് വെച്ചാൽ നമ്മുടെ സെക്ഷൻ 29 സെക്ഷൻ 29ന്റെ കേസിൽ, അതായത് നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ ഉള്ള ഓഫീസർക്കുള്ള അധികാരത്തിനെ കുറിച്ച് പറയുന്ന ഏരിയയിൽ നമ്മൾ പറയുകയാണ് നമ്മുടെ കോമ്പോസിഷൻ ഡീലേഴ്സിന്റെ കേസ്. കോമ്പോസിഷൻ ഡീലേഴ്സിന്റെ കേസിൽ നമ്മുടെ ആക്ച്വലി റിട്ടേൺസ് ഫയൽഡ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ, അത് ഒരു ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺസ് ഇവർക്ക് ആക്ച്വലി 2 എണ്ണം ഉണ്ട്. GSTR 4 ഉണ്ട്, അതേപോലെ തന്നെ GSTR 9A ഉണ്ട്. ഈ GSTR 4 എന്ന് പറയുന്നത് 30th ഏപ്രിലിനുള്ളിൽ ഫയൽ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ GSTR 9A എന്ന് പറയുന്നത് 31st ഡിസംബറിനുള്ളിൽ ഫയൽ ചെയ്യേണ്ടതാണ്. ഈ 2 സാധനങ്ങളും വിത്തിൻ 3 months, അതായത് ടൈമിന് ഫയൽ ചെയ്തില്ല പോട്ടെ, വിത്തിൻ നെക്സ്റ്റ് 3 months നമ്മൾ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള വൺ ഓഫ് ദ ഗ്രൗണ്ട്സ് ആണ്. അത് വൺ ഓഫ് ദ ഗ്രൗണ്ട്സ് ആയിട്ട് നമ്മൾ സെക്ഷൻ 29 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിപ്പം കോമ്പോസിഷൻ ഡീലേഴ്സിന്റെ കേസ്. ഇനി കോമ്പോസിഷൻ ഡീലേഴ്സ് അല്ല, നമ്മുടെ നോർമൽ ഡീലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 6 months. ഇപ്പൊ നോർമൽ ഡീലേഴ്സ് നമ്മൾ എല്ലാ മാസവും റിട്ടേൺസ് ഫയൽ ചെയ്യുവാണ്. GSTR 1, GSTR 3B ഈ 2 റിട്ടേൺസ് നമ്മൾ എല്ലാ മാസവും ഫയൽ ചെയ്യുവാണ്. ഇത് നമ്മൾ 6 മാസത്തിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 6 മാസമായിട്ട് നമ്മൾ ഫയൽ ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി എ ഗ്രൗണ്ട് ഫോർ ക്യാൻസലേഷൻ ഓഫ് ദ രജിസ്ട്രേഷൻ. ഇനി നോർമൽ ഡീലേഴ്സിന്റെ കേസിൽ തന്നെ നമ്മൾ വേറൊരു സ്കീം ഉണ്ട്, QRMP, ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ്, ഇല്ലേ? QRMP, അതായത് ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യുന്നു, മന്ത്ലി അതിന്റെ പേയ്മെന്റ് മാത്രം ചെയ്യുന്നു. ഈ കേസ് അന്നേരം ഇവർക്ക് 2 ടാക്സ് പീരീഡ്, 2 ടാക്സ് പീരീഡ് ആയിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള വൺ ഓഫ് ദ ഗ്രൗണ്ട്സ് ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് അമെന്റ്മെന്റ് ഈ ഇൻവോയ്സിംഗിന്റെ കേസിൽ, ആസ് ഓഫ് നൗ ഈ ഇൻവോയ്സിംഗ് ആപ്ലിക്കബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് 2017-18 തൊട്ട് ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇയർ നമ്മുടെ ആനുവൽ ടേൺ ഓവർ 10 CR ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് ഈ ഇൻവോയ്സിംഗ് ആപ്ലിക്കബിൾ ആയിരിക്കും. നമ്മളിത് കണ്ടു, ഇത് പല ലിമിറ്റ് ആയിട്ട് പല വർഷങ്ങളായിട്ട് പല ലിമിറ്റ് മാറ്റി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? 10 CR ആണ് ആക്ച്വലി ആസ് ഓഫ് നൗ ലിമിറ്റ്. അതും ശരിക്കും പറഞ്ഞാൽ ഇപ്പം മാറി. അതായത് ഒരു 2 ദിവസം മുന്നേ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു 5 CR. പക്ഷെ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് റെലവെന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് 10 CR എന്ന് പറയുന്ന ലിമിറ്റ് ആയിരിക്കും. 10 CR 2017-18 തൊട്ട് ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് 10 CR ഓർ എബവ് ടേൺ ഓവർ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് ഇൻവോയ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കബിൾ ആയിരിക്കുക? B2B ഇൻവോയ്സിനാണ് നമ്മൾ ഇൻവോയ്സിംഗ് ആപ്ലിക്കബിൾ ആയിരിക്കുക. ഓക്കെ, സോ വിത്ത് ദാറ്റ് അന്നേരം നിങ്ങൾ അമെന്റ്മെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. നമ്മുടെ സെക്ഷൻ വൈസ് നമ്മുടെ അക്കാഡമിക് ഏരിയയിൽ നമുക്ക് അമെന്റ്മെന്റ്സ് എന്ന് പറയുന്നത് റെലവെന്റ് ആയിട്ടുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബാക്കിയുള്ളത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ നോട്ടിഫിക്കേഷൻ ഓൾമോസ്റ്റ് ആ ഫിനാൻസ് ആക്ട് ഫുൾ അവർ സപ്ലിമെന്ററി മെറ്റീരിയലിനകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അമെന്റ്മെന്റ്സ് നിങ്ങൾ ഇത്രയും ഫോക്കസ് ചെയ്താൽ മതി, ഷുഡ് ബി സഫിഷ്യന്റ്.
സോ അമെന്റ്മെന്റ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓൾസോ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിപ്പോൾ 2 സോൾവ് ചെയ്തു. പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്യുക. അതായത് ടാക്സിനകത്ത് ബാക്കിയുള്ള കേസുകളിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ പ്രസന്റേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യണം. പക്ഷേ ടാക്സേഷനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നത് ഒരു വൺ ഓഫ് ദ സ്ട്രാറ്റജീസ് ആണ്. അന്നേരം പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. അന്നേരം അതിൽ നിന്ന് നമുക്കൊരു പാറ്റേൺ കിട്ടും. ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ നിർബന്ധമായിട്ടും കവറേജ് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് കവറേജ് വരുന്നുണ്ടെന്നുള്ളത് നമുക്കൊരു പാറ്റേൺ കിട്ടും. ആ പാറ്റേൺ മനസ്സിലാക്കി ആ ഏരിയ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യുക. അത് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓൾസോ നമ്മൾ എക്സാം നമ്മുടെ ആദ്യത്തെ സെഷനിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടൈം കൺസ്ട്രെയിന്റ് നമ്മൾ നോക്കുക. അതായത് നമുക്ക് 100 ക്വസ്റ്റ്യൻ ഉണ്ട്, 100 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് 150 മിനിറ്റും ഉണ്ട്, 3 മണിക്കൂറുണ്ട്. അന്നേരം അപ്രോക്സിമേറ്റ്ലി ഒരു 2 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഒരു ക്വസ്റ്റിനകത്ത് സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. 2 മിനിറ്റ് ആയി നിന്ന് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവുക. അതായത് പരമാവധി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. അന്നേരം ലാസ്റ്റ് ഇനി എല്ലാം എഴുതി കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ചില ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്ക് പക്കയായിട്ടുള്ള ചില തിയറി ക്വസ്റ്റൻസ് ഒക്കെ പക്കയായിട്ട് നമുക്ക് അത് സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റും. MCQ കറപ്പിച്ച് നമുക്ക് വിടാൻ പറ്റും. അന്നേരം ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ടൈം ബാക്കിയുള്ളപ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം സ്റ്റക്ക് ആയി പോയ ക്വസ്റ്റനിൽ നമ്മൾ റീ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റനിൽ തന്നെ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്ത് ലാസ്റ്റ് കുറെ ക്വസ്റ്റൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ ടൈം കിട്ടാണ്ടായി പോകും. അന്നേരം 2 മിനിറ്റിൽ കൂടുതൽ ഒരു കാരണവശാലും ഒരു ക്വസ്റ്റനിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. നമ്മുടെ ടാക്സേഷനിൽ ടാക്സ് പേപ്പറിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. മൊത്തത്തിൽ നമ്മളൊരു ആവറേജ് മൊത്തത്തിൽ കിട്ടുക എന്നൊന്നും പറയുന്നത് എല്ലാ കേസിലും നടക്കുന്നതായിരിക്കണം നിർബന്ധമില്ല. അന്നേരം നമ്മൾ ടാക്സ് പേപ്പറിൽ നമുക്ക് കിട്ടുന്ന എക്സസ് മാർക്ക് ആയിരിക്കും നമുക്ക് ചിലപ്പം ശരിക്കും പറഞ്ഞാൽ ബാക്കി പേപ്പറിനെയും കൂടെ നമ്മൾ കയറ്റി ഗ്രൂപ്പ് ക്ലിയർ ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അന്നേരം അത് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ടാക്സേഷൻ അഗൈൻ കോൺസെപ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല, പ്രസന്റേഷന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. സോ വിത്ത് ദാറ്റ് നമുക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.